ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കേറി വരാൻ കാണിച്ച നിന്റെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾക്കും അവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മനസമ്മതം നിന്റെ സമ്മതം കൊണ്ട് മാത്രം നടത്താൻ നീ ഉദ്ദേശിക്കുന്ന ഈ ചടങ്ങില്ലേ, അത് നടക്കില്ല. കുഴപ്പമാണോ എന്ന് ചോദിച്ചാ കുഴപ്പമാണ് വിഷ്ണു. തന്നോട് വേണമെങ്കിൽ മറച്ചു വെച്ച് സംസാരിക്കാം, പക്ഷെ അതിന്റെ കാര്യമില്ല. ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ട സമയം തന്നെ വൈകി. വിഷ്ണുട്ടൻ എന്താ ഈ ആലോചിക്കുന്നത്? വിഷ്ണുട്ടൻ എന്താ ആലോചിക്കുന്നേന്ന്? ഒന്നുമില്ല. ഈയിടെയായിട്ട് ആലോചന കുറച്ച് കൂടുന്നുണ്ട്. ആ എങ്കിൽ ആലോചന കുറച്ചേക്കാം. താനേ ഒരു സ്പൂൺ അവിലും എടുത്തന്നേ. താട്. ആ ദാ, പതുക്കെ പതുക്കെ. കൊള്ളാം. അങ്ങനെയാണേ താനോടൊരു സ്പൂൺ കഴിക്കും. എടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഞാൻ തരണോ? അതെ, ഈയിടെയായിട്ട് ഇങ്ങനെയുള്ള മോഹങ്ങൾ കുറച്ച് കൂടി വരുവാണല്ലോ. നടക്കട്ടോ. ആഗ്രഹിക്കുന്ന എല്ലാം നടന്നില്ലെങ്കിലും ചിലതയിലൊക്കെ നടക്കട്ടെ, അത്രേ ഉള്ളൂ. അച്ഛൻ ഈയിടെയായിട്ട് മെഡിസിൻ കഴിക്കുന്ന കാര്യത്തില് വലിയ മടിയാ കാണിക്കുന്ന കേട്ടോ. ഞാൻ എന്റെ ജീവിതം ഏതാണ്ട് ജീവിച്ച് മടുത്ത അവസ്ഥയില. ഇനി ഞാൻ അങ്ങോട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിട്ടാ. അപ്പോ അതിന്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാ. അത് നിങ്ങൾ അമ്മയും മകളും ഏറ്റെടുത്ത് കൃത്യമായിട്ട് നടത്തിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. എന്ത് പറഞ്ഞാലും അച്ഛന് അച്ഛൻ്റെതായ രീതിയിലൊരു ന്യായം ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ ഒരാപത്തും കൂടാതെ ആൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നെന്നുള്ള ഓർമ്മ വേണം. ക്ഷേത്രങ്ങൾ തോറും വഴിപാട് കഴിക്കുന്നത് ഞാനാണല്ലോ. എത്ര വഴിപാട് കഴിച്ചാലും അങ്ങേര് ഓരോന്നൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ കാര്യങ്ങൾ നടക്കൂ. വരാനുള്ള ദുരന്തങ്ങൾ എന്തൊക്കെയായാലും അതൊക്കെ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മഹേന്ദ്ര, എടാ മഹേന്ദ്ര, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. യോഹന്നാൻ. മഹേന്ദ്ര, എടാ മഹേന്ദ്ര. പറഞ്ഞു തീർന്നില്ല, വന്നു. എന്നെ വർഷങ്ങളായി പിന്തുടരുന്ന വലിയ ഒരു ദുരന്തം. മറ. എന്റെ ദൈവമേ. മഹേന്ദ്ര, എന്താ മഹേന്ദ്ര, സുഖം തന്നെയല്ലേ? നീ എന്താടാ സുഖക്കുറവുള്ളവർക്ക് ഇപ്പൊ സുഖം വിൽക്കാൻ നടക്കുകയാണോ? എടാ ഉള്ളി ഭയമുള്ളവൻ അങ്ങനൊക്കെ തോന്നും. ആ അതെ, മനസ്സിന്റെയാ. ആ ഈ ചഞ്ചലത എന്ന് പറയും. പ്രതീക്ഷിക്കാത്ത ആളുകളെ വീട്ടുമുറ്റത്ത് വരുമ്പോ ആരായാലും ഒന്ന് വിരളും. കേവലം ഒരു കട്ടുറുമ്പ് വിചാരിച്ചപ്പോ കാട്ടാന വിരണ്ടു. പിന്നല്ലേ നീ. നിന്റെ സ്വയം പുകഴ്ത്തൽ കഴിഞ്ഞെങ്കിൽ വന്ന കാര്യം പറയാം. എടാ, സാധാരണയൊക്കെ ഞങ്ങളുടെ വീട്ടിലൊരു അതിഥി വരുമ്പോ മാന്യമായി സ്വീകരിച്ചിരുത്തി അതിനുശേഷമാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതാണ് അതിന്റെ ഒരു മര്യാദ. മര്യാദ അത് വന്നു കയറുന്നവന്റെ മഹത്വം പോലെ ഇരിക്കും.
എടാ ഇങ്ങോട്ട് കേറി പോകരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ കാണിച്ച ഈ വലിഞ്ഞു കയറ്റത്തിനെ ഞങ്ങളുടെ നാട്ടിൽ ഒരു നാട്ടു പറച്ചിലുണ്ട്. എന്താ? കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനെന്ന്. എടാ തർക്കിച്ച് നിന്നെ ജയിക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം എനിക്കറിയാം. എടാ തർക്കിച്ച് മാത്രമല്ല, ബുദ്ധി കൊണ്ടും നിനക്ക് എന്നെ ജയിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അനുഭവം വഴി തെളിയിച്ച് തന്നിട്ടുള്ളവനല്ലടാ ഞാൻ. പക്ഷെ നീ അത് ഗവനിക്കുന്നില്ല. കാരണം എന്നും ജീവിതത്തിൽ പരാജയം മാത്രമുള്ളവന് അത് വലിയൊരു കാര്യമല്ല. ഇപ്പൊ നിന്റെ ഈ പടപ്പുറപ്പാട് എന്തിനാ? അത് ആദ്യം അറിയട്ടെ. എടാ മഹേന്ദ്ര, ഞാൻ എന്റെ മകളുടെ മനസ്സമ്മതം അങ്ങ് നിശ്ചയിച്ചു. അതുകൊണ്ട് എന്റെ മകളുടെ പിന്നാലെയുള്ള നിന്റെ മകന്റെ നടത്തം ഉണ്ടല്ലോ, അതൊന്ന് അവസാനിപ്പിക്കണമെന്ന് നിന്റെ മോനോടൊന്ന് പറഞ്ഞേക്കണം. പിന്നെ ആ ഡേവിസിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. യവനേക്കാൾ കേമന. എന്തു ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചോരയ്ക്ക് ചോരയെന്ന കണക്കും പറഞ്ഞുകൊണ്ട് എത്തിക്കുന്നവനാ. ശിവേട്ടനല്ല ഡെയ്സിയുടെ പിന്നാലെ നടക്കുന്നത്, എന്റെ ചേട്ടന്റെ പിന്നാലെ നടക്കുന്നത് ഡെയ്സിയാ. മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താടി കാര്യം? നീ അകത്തോ? അതല്ല അച്ഛാ. കേറിപ്പോടി അകത്ത്. ഡാ, നീ ഇതും പറഞ്ഞ് ഇങ്ങോട്ട് കേറി വരാൻ കാണിച്ച നിന്റെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവൾക്കും അവനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മനസമ്മതം നിന്റെ സമ്മതം കൊണ്ട് മാത്രം നടത്താൻ നീ ഉദ്ദേശിക്കുന്ന ഈ ചടങ്ങില്ലേ, അത് നടക്കില്ല. ഞാൻ നടത്തിക്കില്ലടാ. എന്റെ മകൻ ശിവന് നിന്റെ മകൾ ഡെയ്സിയെ ഇഷ്ടമാണെങ്കിൽ അവള് ജീവിക്കുന്നത് ഈ വീട്ടിലായിരിക്കും, എന്റെ ഈ വീട്ടില്. ഓ അത് ശരി. കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കണ്ടപ്പോ നിലവിളക്കം കൊളുത്തി വലതുകാലം വെച്ച് കുടുംബത്തിൽ കയറ്റി കെട്ടിലമ്മയായി വാഴിക്കാനുള്ള പൂതിയും കൊണ്ടിരിക്കുകയാണല്ലേ താൻ തോന്നിയായ മകന്റെ അച്ഛനും അമ്മയും. എടാ മഹേന്ദ്ര, അവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കായും ഭേദം എന്റെ പെങ്കൊച്ചിനെ ഏതെങ്കിലും സ്രാവിന്റെ വായിലോട്ടിട്ട് കൊടുക്കുന്നതാ. യോഹന്നാനെ, നിന്റെ പ്രായം വല്ലാതെ അങ്ങ് ആക്രമിച്ചിരിക്കുക. അതുകൊണ്ടാ നീ ഇപ്പൊ ഈ വിടുവായത്തരമൊക്കെ വിളിച്ചു പറയുന്നത്. നമുക്ക് രണ്ടുപേർക്കും പ്രായമായില്ലടാ. ഇനിയെങ്കിലും നീ കുറച്ചു നാള് വേളാങ്കണ്ണിയിലോ മലയാറ്റൂരോ അങ്ങനെ ഏതെങ്കിലും പുണ്യ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കേ. ചെല്ലടാ, ഞാനും പോവാം. പഴനിക്കോ തിരുപ്പതിക്കോ രാമേശ്വരത്തേക്കോ അങ്ങനെ എവിടോട്ടെങ്കിലും ഒക്കെ. ഈ കുട്ടികൾ സമാധാനത്തോടെ ജീവിക്കട്ടടാ. ഒരു പൊടിക്കൊന്ന് കുറഞ്ഞു കൊടുക്കടാ നീ. ഇല്ലെങ്കിലേ പ്രഷർ കേറി കേറി നീ അങ്ങ് പൊട്ടിത്തെറിക്കും. എടാ, ഇതിവിടം കൊണ്ടൊന്നും തീരില്ല മഹേന്ദ്ര. ഇതിന്റെ അന്ത്യം നമ്മളിൽ ഒരാൾ തീരണം. അത് നീയോ ഞാനോ? ആര് ഭൂമിയിൽ വേണമെന്ന് എടാ ഞാൻ ഈ യോഹന്നാൻ തീരുമാനിക്കും. എടാ, പണ്ടും നീ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് നീ എന്റെ കയ്യാളായിട്ട് നിന്ന് എന്റെ ബിസിനസ്സുകൾ തട്ടിയെടുത്തിട്ടായിരുന്നെങ്കിൽ ഇപ്പോ എന്റെ കുടുംബത്ത് കയറി എന്റെ മകന്റെ ജീവൻ വെച്ച് വില പറയുന്നു.